താൽക്കാലിക വെടിനിർത്തലിന് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലേക്കാക്കിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ അതിരൂക്ഷമായിരിക്കുകയാണ്. ഇറാനിലെ തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ബദൻ അബ്ബാസ്, സിരിക്, ഖഷം തുടങ്ങിയ ഇടങ്ങളിലേക്ക് അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ ശക്തമായ വ്യോമാക്രമണം ഉണ്ടാവുകയും 140-ലധികം കേന്ദ്രങ്ങളിലേക്ക് US സൈന്യം ഡ്രോണുകളും മിസൈലുകളും വർഷിക്കുകയും ചെയ്തു. ഈ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ മഹ്ഷാഹറിലുള്ള ഒരു വാട്ടർ പമ്പിംഗ് സ്റ്റേഷനിലെ തൊഴിലാളി കൊല്ലപ്പെടുകയുണ്ടായി. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് GHS ഗാലക്സി എന്ന ചരക്കു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് അമേരിക്ക ഇത്തരം ഒരു നേരിട്ടുള്ള സൈനിക നടപടിയിലേക്ക് നീങ്ങിയത്. എന്നാൽ ഈ US വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ തങ്ങളുടെ പരമോന്നത നേതാവിന് നേരെ ഉയർന്ന വധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരം ഇറാൻ ശക്തമായ തിരിച്ചടി പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. ജോർദാനിലെ US താവളത്തിലെ പ്രധാന ആയുധപുരിയും ഇന്ധന ടാങ്കുകളും തകർന്നപ്പോൾ ബഹ്റൈനിലെ US നേവിയുടെ ഡ്രോൺ കമാൻഡ് സെന്റർ, ഹാങ്ങർ, ഹെലികോപ്റ്റർ ഓവർഹോൾ കേന്ദ്രം എന്നിവയും ഇറാന്റെ ആക്രമണത്തിന് ഇരയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പോര് അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതോടെ മേഖലയാകെ കടുത്ത ഭീതിയിലാണ്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ കുവൈറ്റിൽ നടത്തിയ തിരിച്ചടിയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഡ്രോൺ പതിച്ച് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ ഖത്തറിലുണ്ടായ മിസൈൽ ഡ്രോൺ പതനത്തിൽ ഒരു കുട്ടിയടക്കം 3 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യം ഗൾഫ് രാജ്യങ്ങളിൽ വലിയ അശാന്തി പടർത്തുന്നതിനൊപ്പം പ്രവാസി മലയാളി സമൂഹത്തിനിടയിലും കടുത്ത ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. നിലവിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നയതന്ത്രത്തെ ചൊല്ലി ഇരുപക്ഷവും കടുത്ത വാഗ്വാദത്തിലാണ്. തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനെയും ഈ ജലപാതയിലൂടെ കടന്നു പോകാൻ അനുവദിക്കില്ലെന്നും 1 ഡസൺ ആണവ ബോംബുകളേക്കാൾ തന്ത്രപ്രധാനമാണ് തങ്ങൾക്ക് ഹോർമൂസ് എന്നും ഇറാൻ സൈനിക നേതൃത്വം വെല്ലുവിളിക്കുമ്പോൾ ഹോർമൂസ് ഒരു അന്താരാഷ്ട്ര ജലപാതയാണെന്നും അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കൻ സൈന്യം സജ്ജമാണെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. സമാധാന കരാറിന്റെ ചർച്ചകൾ നടന്ന വേളയിൽ ബാരലിന് $65 വരെ താഴ്ന്ന എണ്ണവില കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 4% വർദ്ധിച്ച് ബ്രാൻഡ് ക്രൂഡിന്റെ ബാരലിന് $80 എന്ന നിരക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടാൽ വരും ദിവസങ്ങളിൽ ഇന്ധനവില ഇനിയും കുതിച്ചുയരുമെന്നും ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു.